നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من البهيمة الأنعام فكلوا منها وأطعموا البائس الفقير. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പരിശുദ്ധ മക്കയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ അവർക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിലെ ആരാധനകളെക്കുറിച്ച് പറയുമ്പോൾ കേവല ആരാധനയ്ക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളല്ല ഇസ്ലാമിലെ ആരാധനകൾ എന്ന് പറയുന്നത്. മറിച്ച് ഇസ്ലാമിൻ്റെ അടിത്തറയായ വിശ്വാസ ആദർശങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതും നിരവധി അനവധി സന്ദേശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതുമാണ് ഇസ്ലാമിലെ ഓരോ ഇബാദത്തുകളും. ഇപ്പം ഹജ്ജിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സമൂഹത്തിൽ ഹജ്ജിനെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണുള്ളത്. ഓരോരുത്തരും അവരവരുടെ ആശയങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് ഹജ്ജിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഹജ്ജ് കർമ്മമെന്ന് പറയുന്നത് അതൊരു അന്താരാഷ്ട്ര ഉറൂസാണെന്ന് പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വേറെ ചില ആളുകൾ പറയുന്നത് അത് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള യുദ്ധമാണ്. ഇങ്ങനെ ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ ആരാധനയുടെ
ചൈതന്യം നഷ്ടപ്പെടുത്തുന്ന വ്യാഖ്യാനങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ ഇബാദത്തിന് ലോകത്തിന് നൽകാനുള്ള സന്ദേശം എന്താണ്, അത് വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെയും വെളിച്ചത്തിൽ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. ഹജ്ജിന്റെ ഒന്നാമത്തെ സന്ദേശമെന്ന് പറയുന്നത് അത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. ഒരാൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ ആദ്യമായി ചൊല്ലുന്നത് തൽബിയത്താണ്. തൽബിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടിതാ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക, അല്ലാഹുവേ നിനക്കൊരു പങ്കാളിയുമില്ല. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്, അല്ലാഹുവിനോട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് എല്ലാ സ്തുതികളും അനുഗ്രഹങ്ങളും നൽകാനുള്ള അവകാശം അത് നിനക്കു മാത്രമാണ്. സർവ അധികാരങ്ങളും നിനക്കു മാത്രമാണ്, അതിൽ യാതൊരു പങ്കാളിയുമില്ല എന്ന് അതിശക്തമായ പ്രഖ്യാപനമാണ് ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തി തൽബിയത്തിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തൽബിയത്തുമായി ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ പ്രവാചകന്റെ മുന്നിലുണ്ടായിരുന്ന ഒരു സമൂഹമുണ്ട്, പരിശുദ്ധ ഖുർആൻ മുശ്രിക്കെന്ന് വിളിച്ച സമൂഹം. അവരും നിർവഹിച്ച ഒരു തൽബിയത്തുണ്ടായിരുന്നു. ആ തൽബിയത്ത് എന്താണ്? ആ തൽബിയത്തിനെ തിരുത്തിക്കൊണ്ടുള്ള തൽബിയത്താണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം ഫത്ഹോടുകൂടി പ്രഖ്യാപിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രബോധിത സമൂഹമായ മക്കയിലെ മുശ്രിക്കുകൾ അവർ ചൊല്ലിയ തൽബിയത്ത് ഇതാണ്: ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറഞ്ഞിട്ടവർ പറയും ഇല്ലാ ശരീകൻ. ഇത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, കദിൻ കദിൻ, അവസാനിപ്പിക്കൂ അവസാനിപ്പിക്കൂ, ഇനിയൊന്നും പറയേണ്ടതില്ല, ഇനിയൊന്നും പറയേണ്ടതില്ല എന്നവരോട് പറഞ്ഞിട്ടും അവർ പറയുന്നത് അല്ല, ഇല്ലാ ശരീകൻ, ഒരു പങ്കാളി അല്ലാഹുവിനുണ്ട്. എന്താണ് ആ പങ്കാളിയുടെ പ്രത്യേകത? ഹുവലക, അവൻ നിന്റേതാണ്. തംലിക്കുഹു വമാ മലക, അവന് നീ കൊടുത്ത കഴിവല്ലാതെ മറ്റൊരു കഴിവുമില്ല. മക്കയിലെ മുശ്രിക്കുകൾ ലാത്തയോട് പ്രാർത്ഥിക്കുന്നു, മനാത്തയോട് പ്രാർത്ഥിക്കുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കുന്നു, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തികളെ കുറിച്ച് മക്കയിലെ മുശ്രിക്കുകൾക്ക് വിശ്വാസമില്ല. അവർ അല്ലാഹുവിനെ പോലെ കഴിവുള്ളവരാണ്, അവർ സ്വയം കഴിവുള്ളവരാണ്, അവർ ഖാലിഖാണ് എന്ന വിശ്വാസമൊന്നും അവർക്കില്ല. മറിച്ച് ലാത്തയോട് വിഷമങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അത് പ്രാർത്ഥിക്കുന്നത് ലാത്ത സ്വയം കഴിവുള്ളവരാണെന്ന് വിശ്വസിച്ചിട്ടല്ല, മറിച്ച് അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇല്ലാ ശരീകൻ എന്ന് പറയുന്ന വാചകം നിങ്ങൾ ഇനി പറയരുത്. അള്ളാഹുവിന്റെ റസൂൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഒരു പങ്കാളിയുമില്ല, ഒരു പങ്കാളിയുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തിരുത്തി കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിലും നാമങ്ങളിലും വിശേഷണങ്ങളിലും ഒരു പങ്കാളിയെയും വെക്കാൻ പാടില്ല. അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. ശിർക്കിൽ നിന്നുള്ള മോചനമാണ് ഏറ്റവും വലിയ മോചനമെന്ന് പറയുന്നത്. ഏറ്റവും വലിയ മോചനമെന്ന് പറയുന്നത് ശിർക്കിൽ നിന്നുള്ള മോചനമാണ്, അന്ധവിശ്വാസങ്ങളിൽ നിന്നുള്ള മോചനമാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത്, ഈ ഉമ്മത്തിനെ നയിച്ച ദഅവത്ത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. സഹോദരങ്ങളെ, നിർഭയത്വം നഷ്ടപ്പെടുന്നത്, മോചനം യാഥാർത്ഥ്യമാകാത്തത് ജാറങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. പുണ്യമരങ്ങളെക്കുറിച്ചും പുണ്യപുഷ്പങ്ങളെക്കുറിച്ചുമുള്ള മുസ്ലിം സമൂഹത്തിന്റെ ചിന്തകളും വിശ്വാസങ്ങളുമാണ് ഈ സമൂഹത്തെ നിർഭയത്വത്തിലേക്ക് എത്തിക്കാത്തത് എന്ന കൃത്യമായ ചിന്തയും ബോധവുമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ടാണ്
ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് തന്റെ പ്രബോധിത സമൂഹത്തോട് പ്രഖ്യാപിച്ചപ്പോ അവിടെയുണ്ടായിരുന്ന ജനങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തിരിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ മഹാന്മാരെ നിങ്ങൾ ചീത്ത പറയരുത്, ഞങ്ങളുടെ മഹാന്മാരെ പറ്റി ഇല്ലാത്തത് പറയരുത്, ഞങ്ങളുടെ മഹാന്മാരെ പറ്റി അവര് കേൾക്കാത്തവരാണ്, കാണാത്തവരാണ്, ഒരു ഉപകാരവും ചെയ്യാത്തവരാണ് എന്നിത്യാദി ആരോപണങ്ങൾ ഒരിക്കലും ഉന്നയിക്കരുത്. അങ്ങനെ നിങ്ങൾ ഉന്നയിച്ചാൽ നിങ്ങൾക്ക് കുരുത്തക്കേട് കിട്ടുമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ആ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വകൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങൾ പങ്കുചേർക്കുന്ന പങ്കാളികളെ ഞാൻ എങ്ങനെ ഭയപ്പെടാനാണ്? വലാ തഖാഫൂന, നിങ്ങൾ ഭയപ്പെടുന്നില്ല. അന്നകും അശ്റക്തും ബില്ലാ, അല്ലാഹുവിൽ നിങ്ങൾ പങ്കുചേർക്കുന്നതിനെ നിങ്ങൾ യാതൊരു ഭയവും നിങ്ങൾക്കില്ല. മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന, യാതൊരു രേഖയുമില്ലാതെ അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആരാധ്യന്മാർ, ആ വിഷയത്തിൽ നിങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, ഫഅയ്യുൽ ഫരീഖൈനി, ഈ രണ്ട് വിഭാഗത്തിൽ അഹഖു ബിൽ അംനി ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് വിവേകമുണ്ടെങ്കിൽ, നിങ്ങൾക്കറിവുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ഈ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നിർഭയത്വം അനുഭവിക്കുന്നവർ? ആരാണ് നിർഭയത്വം അനുഭവിക്കുന്നവർ? വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണോ? വിഗ്രഹങ്ങൾ ഒഴിവാക്കി ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവരാണോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീന ആമനു, വിശ്വസിക്കുകയും, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ഈമാനിൽ ദുൽമ് കലരുകയും ചെയ്യാത്തവരാണ്, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് സമാധാനമുള്ളത്, അവർക്കാണ് സ്വസ്ഥതയുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈമാനിൽ ദുൽമ് കലരുക എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് സിട്ടികൾക്ക് വകവെച്ചു കൊടുക്കുക, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട അവന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, അവന്റെ പ്രവർത്തനങ്ങൾ അതിൽ ആളുകളെ പങ്കാളികളാക്കുക. ഇപ്പൊ അള്ള കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു അറിയുന്നത് പോലെ അറിയും, അള്ളാഹു ഉത്തരം ചെയ്യുന്നത് പോലെ ഉത്തരം ചെയ്യുമെന്നൊക്കെ ഏതെങ്കിലും മഹാനെക്കുറിച്ച് ആരെങ്കിലും വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. കാരണം ലോകത്ത് എല്ലാം കാണാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ, എല്ലാം കേൾക്കാൻ കഴിവുള്ള അസ്സമീ അള്ളാഹു മാത്രമാണ്. എവിടെ നിന്ന് വിളിച്ചാലും പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യാൻ കഴിയുന്ന അൽ മുജീബ് അള്ളാഹു മാത്രമേ ഉള്ളൂ. എന്നാൽ ആളുകൾ എന്ന് പറയുന്നത്, ആളുകൾ എന്ന് പ്രചരിപ്പിക്കുന്നത്, ആളുകൾ എന്ന് വിശ്വസിക്കുന്നത്, വല്ലേ നീലെത്തീന്നും എന്നെ വീളിപ്പോർക്ക് വായ്പൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് മുഹയ്യദ്ദീൻ ശൈഖ് പറഞ്ഞു എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. മുഹയ്യദ്ദീൻ ശൈഖിനെ എവിടുന്ന് വിളിച്ചാലും മുഹയ്യദ്ദീൻ ശൈഖ് കേൾക്കും. എന്തിനധികം കേരളത്തിൽ CM മടവൂരെന്ന് പറയുന്നൊരു മഹാന്റെ ഖബറുണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് ഇവർ പറയുന്നത് മുദബ്ബിറുൽ ആലം, അദ്ദേഹം ലോകം നിയന്ത്രിക്കുന്നവരാണെന്നാണ്. ഇതാരു പഠിപ്പിച്ചതാണ്? ലോകം നിയന്ത്രിക്കുക എന്നത് ആലം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ആലം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? മാ സിവൽ ബാരി. ജലാലൈനി പോലെയുള്ള തഫ്സീറുകളിൽ രേഖപ്പെടുത്തി, ആലം എന്ന് പറഞ്ഞാൽ മാ സിവൽ ബാരി, അള്ളാഹു ഒഴികെയുള്ള എല്ലാത്തിനും പറയുന്ന പേരാണ് ആലം എന്ന് പറയുന്നത്. അള്ളാഹു ഒഴികെയുള്ള ബാക്കിയെല്ലാം നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്ന് പറയുന്ന തലത്തിലേക്ക് മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസത്തെ ഇവിടുത്തെ പുരോഹിതന്മാർ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇവിടെയാണ് തിരിച്ചറിയേണ്ടത്, നമ്മുടെ വിശ്വാസം ശരിയായില്ലെങ്കിൽ, നമ്മുടെ വിശ്വാസം ശിർക്കിൽ നിന്ന് മോചനം നേടിയിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിർഭയത്വം നമുക്ക് ലഭിക്കുകയില്ല. ജീവിതത്തിൽ എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ നന്മ തരുന്നതും തിന്മ തരുന്നതും രക്ഷയും മോചനവും നൽകുന്നതും അള്ളാഹു മാത്രമാണ്. ഈ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. അതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അപ്പോൾ തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ഹജ്ജിന്റെ ഒന്നാമത്തെ സന്ദേശം. മാത്രമല്ല സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഹജ്ജിന്റെ മർമ്മപ്രധാനമായ കർമ്മമെന്ന് പറയുന്നത് അറഫയിലെ നൃത്തമാണ്. ദുൽഹിജ്ജ 8 മിനയിലേക്ക് ചെന്ന് ദുൽഹിജ്ജ 9 ഉച്ചയോടടുക്കുന്ന സമയത്ത് അറഫയിലേക്ക് വരികയാണ്. അറഫയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഖൈറുദ് ദുആഇ ദുആഇ യൗമി അറഫ, പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫാ ദിവസത്തിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണ്. വഅഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എനിക്ക് മുൻകഴിഞ്ഞ പ്രവാചകന്മാര് മുഴുവനും ഈ ലോകത്തോട് ഒന്നാമതായി പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അറഫയിൽ വെച്ച് പറയേണ്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങൾ നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമാണ് ഇവിടെ അറഫ മൈതാനിയിൽ വെച്ച് പ്രഖ്യാപിക്കുന്നത്. അതാണ് പറയുന്നത്, ഹജ്ജ് എന്ന് പറയുന്നത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനമായി നമ്മൾ തിരിച്ചറിയേണ്ടത് പരിശുദ്ധമായ മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം ഫതഹിന്റെ അന്ന് കടന്നു വരുമ്പോ കഅബാലയത്തിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ മുഴുവനും ഇല്ലാതാക്കാൻ വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ്. ആരാധിക്കേണ്ടത് അല്ലാഹുവിനെ മാത്രമാണ്, ഒരു സൃഷ്ടികളെയും ആരാധിക്കപ്പെട്ടുകൂടാ എന്ന തൗഹീദിന്റെ ശരിയായ വശം ആ ഉമ്മത്തിനെ പഠിപ്പിക്കുകയും ആ കഅബാലയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായി നമ്മൾ കാണുന്നത്, മനസ്സിലാക്കേണ്ടത്. 2, ഹജ്ജ് കർമ്മത്തിന്റെ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമാണ്. രണ്ടാമത്തത്, അള്ളാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിരുപാധികം അനുസരിക്കാൻ ഹജ്ജ് കർമ്മം നമ്മളെ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായൊരു കാര്യം പറഞ്ഞാൽ ബുദ്ധിയുടെ പേര് പറഞ്ഞ്, യുക്തിയുടെ പേര് പറഞ്ഞ് ഒരിക്കലും അത് ചെയ്യാതിരിക്കുന്നില്ല, നമ്മളത് ചെയ്യുകയാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നു, കഅബാലയം 7 വട്ടം തവാഫ് ചെയ്യണം. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ, എന്തിനാ 6 വട്ടം ചെയ്താൽ പോരെ? സഅയ് ചെയ്യണം, 7 പ്രാവശ്യം സഅയ് ചെയ്യണം. 7 പ്രാവശ്യം സഅയ് ചെയ്യുന്നതിനിടയിൽ പുരുഷന്മാരാണെങ്കിൽ ഒരു നിശ്ചിത സ്ഥലത്ത് വെച്ച് വേഗതയിൽ ഓടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. പിന്നെ മിനയിൽ താമസിക്കണം, അതേപോലെ തന്നെ അറഫയിൽ നിൽക്കണം, അതേപോലെ തന്നെ മുസ്ദലിഫയിൽ താമസിക്കണം, അതേപോലെ തന്നെ ജംറയിൽ പോയി എറിയണം. എന്തിനാണ് ജംറയിൽ എറിയുന്നത്? ജംറയിൽ 3 സ്ഥലങ്ങളിൽ എറിയണം. എന്താണ് ഒരു സ്ഥലത്തെറിഞ്ഞാൽ എന്നൊന്നും ഒരാളും ചോദിക്കുന്നില്ല. കാരണം ഈ കൽപ്പന എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഈ കൽപ്പന എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ഈ കൽപ്പനകളെ നിരുപാധികം അനുസരിക്കുക എന്നതാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ബാധ്യത. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയുന്നുണ്ട്, അസ്ലിം, നീ മുസ്ലിമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ വെച്ച് പറയുന്നുണ്ട്, അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ഞാനിതാ ലോകത്തിന്റെ രക്ഷിതാവിന് കീഴൊതുങ്ങിയിരിക്കുന്നു. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും അവന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതും നിരുപാധികം അനുസരിക്കണമെന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ ബുദ്ധിയുടെ പേര് പറഞ്ഞ്, യുക്തിയുടെ പേര് പറഞ്ഞ് നിഷേധിക്കുന്ന നിഷേധാത്മക മനോഭാവം ഒരിക്കലും നമ്മളിൽ ഉണ്ടാകരുത്. പ്രമാണം കൊണ്ട് തെളിഞ്ഞൊരു വിഷയം അതങ്ങനെ തന്നെ വിശ്വസിക്കാൻ കഴിയണം. നിങ്ങൾ നോക്കൂ, സമൂഹത്തിൽ ഖബറിലെ ശിക്ഷയെ നിഷേധിക്കുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. സംസം വെള്ളത്തിന്റെ പ്രതിഫലം, അതിന്റെ പ്രത്യേകതകൾ നിഷേധിക്കുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതെന്തുകൊണ്ടാണ്? യുക്തി കൊണ്ട് ദീനിനെ അളക്കുന്ന ആളുകളാണ് ഇതിനെയൊക്കെ നിഷേധിക്കുന്നത് എന്ന കാര്യം മറക്കരുത് എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഹജ്ജിന്റെ 3ാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശമാണ്. നോക്കണം പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയും തന്റെ പിഞ്ചോമന പൈതലിനെയും മക്കയെന്ന് പറയുന്ന ആരോരുമില്ലാത്ത ആ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകാൻ അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്. അള്ളാഹുവിന്റെ കൽപ്പന വരുന്ന സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കൽപ്പന കേട്ടുകൊണ്ട് തന്റെ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് ദഅവത്തിന് വേണ്ടി പോകുന്നത്. ഭാര്യ പിന്നിൽ ഒന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മിണ്ടുന്നില്ല. വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക്, അള്ളാഹുവിന്റെ കൽപ്പനയാണോ ഇത് എന്ന് പ്രിയപ്പെട്ട ഹാജറ ചോദിക്കുന്ന സമയത്താണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്, അതേ, റബ്ബിന്റെ കൽപ്പനയാണ്. ഇതല്ല യുളയ്യുന,
ഇത് കേട്ട ഉടനെയാണ് ഹജറ ബീവി പറയുന്നത്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഞങ്ങൾക്കുറപ്പുണ്ട് ഇതല്ല യുറയ്യുന, ആ റബ്ബ് ഞങ്ങളെ കൈവടിയുകയില്ല. നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ടവരെ, തവക്കുലിന്റെ എല്ലാ റബ്ബിൽ സമർപ്പിക്കുക വഴി കിട്ടുന്ന സമാധാനത്തിന്റെ ഏറ്റവും നല്ല വാചകമാണ് ഹജറ ബീവിയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീണത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. എന്തൊരു ത്യാഗമാണ്, എന്തൊരു പ്രയാസമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു, ആരോരും അവിടെയില്ല, എവിടെ നിന്ന് വെള്ളം കിട്ടും, കുഞ്ഞിനെവിടെ നിന്ന് വെള്ളം കൊടുക്കും? സഅയിന്റെ ചരിത്രം നമുക്കറിയാം, തവാഫിന്റെ ചരിത്രം നമുക്കറിയാം, സംസമിന്റെ ചരിത്രം നമുക്കറിയാം. അതാണ് പറയുന്നത്, ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് ത്യാഗമാണ്, ത്യാഗത്തിന്റെ ചരിത്രമാണ്, സമർപ്പണത്തിന്റെ ചരിത്രമാണ് ഈ ഹജ്ജിന് പറയാനുള്ളത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹജ്ജ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശമാണ്, സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ്. ഉച്ചനീചത്വങ്ങളില്ല. സവർണരെന്നോ അവർണരെന്നോ വെളുത്തവരെന്നോ കറുത്തവരെന്നോ കുറുകിയവരെന്നോ വലിയവരെന്നോ എന്ന നോട്ടം അവിടെയില്ല. എല്ലാവരും ഒരേ വസ്ത്രം ധരിച്ച്, വെളുത്തവരും കറുത്തവരും ചെറിയവരും കുറുകിയവരും വലിയവരും എല്ലാവരും ഒരേ വസ്ത്രം ധരിച്ച് ഒരേ മന്ത്രമുരവിട്ട് ഒരേ യാത്രയാണ് പ്രിയപ്പെട്ടവരെ, ഒരേ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. ഇതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രത്യേകത, ഇതാണ് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രത്യേകത, ഇതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത, ഇതാണ് മുസ്ലിങ്ങളുടെ പ്രത്യേകത എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പരിശുദ്ധമായ അറഫയിൽ വെച്ച് ലോകത്തിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനത്തിൽ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് ഇന്നും ചെറിയ ചെറിയ വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, നാടിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ വരെ നമ്മുടെ നാടുകളിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, വർഗീയ തിരിവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് പരിശുദ്ധമായ ഇസ്ലാമിന് ലോകത്തിന് മുമ്പിൽ പറയാനുള്ളത്, ലാ ഫളില ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, ഒരു അറബിക്കും ഒരു അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല, വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല, കുറുകിയവന് വലിയവനേക്കാൾ, വലിയവന് കുറുകിയവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല, തഖ്വയിലൊഴികെ, ധാർമ്മികതയിലൊഴികെ എന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികളാണ് പ്രിയപ്പെട്ടവരെ നമ്മളെന്ന ബോധ്യമാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, എല്ലാവരും ഒരേ സഫിലാണ്, എല്ലാവരും ഒരേ വസ്ത്രമാണ്, എല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്കാണ്, എല്ലാവരും ചൊല്ലുന്നത് ഒരേ തൽബിയത്താണ്, ഒരേ ദിക്റാണ്, ഒരേ പ്രാർത്ഥനയാണ്. ഇതാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ പ്രത്യേകതയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് മരണാനന്തരം മഹ്ശറിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 2 തുണിയിലോ 3 തുണിയിലോ ആണ് നമ്മളെ കഫൻ ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, 2 തുണി മാത്രമാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൽ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ നമ്മൾ ധരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, 2 തുണി മാത്രമാണ്. അവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറഫ കഴിഞ്ഞാൽ മുസ്ദലിഫയിലേക്കാണ് ചെല്ലുന്നത്. മുസ്ദലിഫയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ രാത്രി 8, 9, 10 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് മഗ്രിബും ഇശാവും അവിടുന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഉറങ്ങാണ്. മേലെ ആകാശം, താഴെ ഭൂമി, അവിടെ AC റൂമുകളില്ല. AC-യിൽ മാത്രം കടന്നവർ, ശീതീകരിച്ച റൂമുകളിൽ മാത്രം കടന്ന് ശീലിച്ചവർ, ഏത് ധനികനാണെങ്കിലും ധനാഢ്യനാണെങ്കിലും ഏത് മണിമാളികകളിൽ താമസിച്ചവരാണെങ്കിലും അവിടെ മുസ്ദലിഫയിൽ മണ്ണിൽ കടക്കണമെന്നാണ് ഇസ്ലാമിന്റെ തീരുമാനം. അതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രത്യേകത. അതാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ വെച്ചാണ് നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് ചിന്തയില്ല, നമ്മുടെ മക്കളെക്കുറിച്ച് ചിന്തയില്ല, നമ്മൾ നമ്മളെക്കുറിച്ചും നമ്മുടെ പരലോകത്തെക്കുറിച്ചും നമ്മുടെ പാരത്രിക ലോകത്ത് നമുക്ക് സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ എന്ന പേടിയെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചും മാത്രമായിരിക്കും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടാകുന്ന ചിന്ത. ഇതാണ് പറയുന്നത്, പരിശുദ്ധ ഹജ്ജ് കർമ്മം നമുക്ക് നൽകുന്ന കുറെ സന്ദേശങ്ങളുണ്ട്. ഈ സന്ദേശങ്ങളൊക്കെയും ഈ ഹജ്ജിന്റെ വേളയിൽ, ഹജ്ജ് കർമ്മം ആരംഭിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ആ ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته
ولا تموتن إلا وأنتم مسلمون. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖീ മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നമ്മെ ബോധ്യപ്പെടുത്തുന്ന സന്ദേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിലേറ്റവും പ്രധാനമാണ് തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന യഥാർത്ഥ തൗഹീദിൽ നിന്ന് മുസ്ലിം സമൂഹം വ്യതിചലിക്കുന്നുണ്ടോ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാത്തതാണ് മുസ്ലിം സമൂഹത്തിലെ ഈ അപജയത്തിന്റെ കാരണമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഖാദിറ ലിൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്. പണ്ഡിതന്മാർ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ 2 അനിവാര്യ ഘടകങ്ങളാണുള്ളത്. ഒന്ന്, ലാ ഇലാഹ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ ആരാധ്യന്മാരെയും നിഷേധിക്കുന്ന ഭാഗം. 2, ഇല്ലല്ലാഹ്, അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന സ്ഥിരീകരണത്തിന്റെ ഭാഗം. ഇത് രണ്ടും മുന്നിൽ വെച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. എന്നാൽ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലക്ക് അവർ നൽകിയ അർത്ഥം എന്താണ്? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്ന് അഹ്ലുസുന്ന നൽകിയ അർത്ഥത്തിന് പകരം അവർ നൽകിയ അർത്ഥം ലാ ഖാദിറ ലിൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനായി, നിർമ്മിക്കുവാൻ കഴിവുള്ളവനായി അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല. ഈ വിശ്വാസം ഒരാളിലുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു വ്യക്തിയോട് പ്രാർത്ഥിച്ചാലും ശിർക്കാവുകയുള്ളൂ. ഒരാൾ മുഹയ്യദ്ദീൻ ശൈഖിനോട് തേടുന്നു, മുഹയ്യദ്ദീൻ ശൈഖേ എന്റെ പ്രയാസങ്ങൾ തീർത്തു തരണേ. ഖാലിഖാണെന്ന വിശ്വാസമില്ലാതെ തേടിയാൽ, മുഹയ്യദ്ദീൻ ശൈഖിന് സ്വയം കഴിവുണ്ട് എന്ന വിശ്വാസമില്ലാതെ തേടിയാൽ ഒരു പ്രശ്നമില്ല എന്നാണ് ഈ നിർവചനപ്രകാരം ആളുകൾ ശിർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, വിശ്വാസരംഗത്ത് വ്യതിയാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ ആർക്കും ആരോടും തേടാം. അതുകൊണ്ടാണ് മണ്ണാർക്കാടുള്ള ഒരു വലിയൊരു ജാരമുണ്ട്. ആ ജാരം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പാറക്കല്ലാണ്. ആ പാറക്കല്ലിനെ ആരാധിക്കുന്ന ഒരവസ്ഥയാണ്. ആളുകളുടെ മനസ്സിൽ എന്താ ഉള്ളത്? ആ കല്ലിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. കാരണം എന്താ? ആ കല്ല് ഖാലിഖാണെന്ന വിശ്വാസത്തിൽ തേടിയാലേ പ്രശ്നമുള്ളൂ. ഈ നിർവചനം വന്നതുകൊണ്ടാണ് മുസ്ലിം സമൂഹം വിശ്വാസ മേഖലയിൽ വ്യതിചലിച്ചത്. ചേന്നരയിലെ അബൂബക്കർ ഹാജി ഗുരുവായൂർ പോയിട്ട് തുലാഭാരം നടത്തേണ്ട അവസ്ഥ വന്നെന്തുകൊണ്ടാ? ഗുരുവായൂർ ചെന്നിട്ട് അവിടുത്തെ ദേവനാണെങ്കിലും ദേവിയാണെങ്കിലും ഖാലിഖാണെന്ന വിശ്വാസത്തോടുകൂടി തേടിയാൽ മാത്രമേ, തുലാഭാരം നടത്തിയാൽ മാത്രമേ ശിർക്കാകുള്ളൂ എന്നാണ് മുസ്ലിം സമൂഹത്തെ ഇവിടെയുള്ള ചില പുരോഹിതന്മാർ പഠിപ്പിച്ചത്. എന്നാൽ മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. നമ്മൾ തേടുന്ന വ്യക്തികൾ, അത് ഏത് ആരാധ്യരാണെങ്കിലും, ഏത് മഹാന്മാരാണെങ്കിലും, അവര് ഖാലിഖാണെന്ന വിശ്വാസം ഉണ്ടാകണം എന്നുള്ള നിബന്ധനയില്ല. മറിച്ച് അവർ അള്ളാഹ് കാണുന്നത് പോലെ കാണും, അള്ളാഹ് കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹ് ഉത്തരം ചെയ്യുന്നത് പോലെ ഉത്തരം ചെയ്യും. അള്ളാഹുവിന്റെ നാമങ്ങളിലോ അവന്റെ വിശേഷണങ്ങളിലോ അവന്റെ പ്രവർത്തനങ്ങളിലോ അവർക്കും അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ നമ്മളിൽ ശിർക്ക് വന്നു എന്നാണ് പരിശുദ്ധമായ ഖുർആനും പരിശുദ്ധമായ ഇസ്ലാമും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൗഹീദ് എന്ന് പറഞ്ഞാൽ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കുന്ന വിഷയമാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിർഭയത്വം സമ്മാനിക്കുന്ന വിഷയമാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡമാണ്.
5 നേരം നിസ്കരിക്കുന്നു, നമ്മളൊക്കെ നല്ല റിസ്ക് എടുത്തിട്ടാണ് അമലുകൾ ചെയ്യുന്നത്, ഇബാദത്തുകൾ ചെയ്യുന്നത്. ഇതൊക്കെ പടച്ചോൻ സ്വീകരിക്കാനുള്ള മാനദണ്ഡമാണ് ശിർക്കും തൗഹീദും എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഖുർആൻ പറയുന്നുണ്ട്, വമൻ യുശ്രിക് ബില്ലാഹ്, ആരാണോ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം നിഷിദ്ധമാണ്, അവന്റെ സങ്കേതം നരകമാണ്. ജീവിതത്തിൽ എന്ത് തെറ്റുകൾ ചെയ്താലും ആ ശിക്ഷ നരകത്തിൽ നിന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ അവസാനം സ്വർഗത്തിലേക്ക് കയറാൻ പറ്റും. ആർക്കൊഴികെ? ശിർക്കില്ലാത്തവനൊഴികെ. ശിർക്ക് ജീവിതത്തിലുണ്ടോ, കാലാകാലം അവൻ നരകത്തിലാണ്, സ്വർഗത്തിലെത്താൻ പറ്റൂല എന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസ മേഖലകൾ വിശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദ് കൃത്യമായി അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് അറിയാനും പഠിക്കാനും അതനുസരിച്ച് മരിക്കുന്നതുപോലെ ജീവിക്കാനും അങ്ങനെ സ്വർഗീയ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രഹസ്യ പരസ്യ ജീവിതത്തിൽ പരിശുദ്ധമായൊരു ജീവിതം, വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.